ഈസീനോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. കണ്ട നീളമുള്ള അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിർബന്ധമില്ല, ഓരോരുത്തർക്കും ചെറിയ അരി, ജീരകശാല അങ്ങനെയുള്ള അരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതായിട്ട് എടുക്കുക. ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ നീളത്തിലുള്ള അരിയാണ് അധികം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കപ്പ് കൊണ്ട് 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കപ്പ് വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല, ഗ്ലാസ് ആയാലും മതി. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഞാൻ 1/2 കിലോ ചിക്കൻ എല്ലൊന്നും ഇല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൂടുതൽ എല്ലില്ലാണ്ട് ഇരുന്നാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക, എന്നാലും അധികം എല്ലുണ്ടാവേണ്ട. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് എല്ലില്ലാണ്ട് എടുത്തിട്ട് അതൊക്കെ കഴുകി നന്നായിട്ട്, പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് വെള്ളം എപ്പോഴും നന്നായിട്ട് വാർത്ത് വെക്കണം. അപ്പോൾ എന്ത് ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴൊക്കെ നമ്മൾ വെള്ളം നന്നായിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് വാർക്കണം. അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ പരട്ടുമ്പോൾ ആ വെള്ളത്തിലാണ് മസാലയൊക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ മസാലയൊന്നും അതിൽ പിടിക്കില്ല. അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് വെള്ളമൊക്കെ വറുത്ത് വെച്ചുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. ചിക്കൻ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ. ഞാനിത് കുറച്ച് 1/2 കിലോനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചത്, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാൻ 1 നുള്ള് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലും കളറൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ 1 നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ സോയാ സോസ് ഞാൻ ചേർക്കണില്ല. നിങ്ങൾ സോയാ സോസ് ചേർക്കുന്നുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ പിന്നെ അതിൽ ഉപ്പുണ്ടാവും, അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ ചേർക്കണില്ല. അപ്പോൾ അത് കാരണം ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇതെല്ലാം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും എല്ലാതും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് കുറച്ച് സമയമുള്ളെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കുക. അതല്ല കൂടുതൽ സമയം ഉണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് നേരം വെച്ചാൽ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും. ഇതിൽ കളർ തന്നെയുള്ളൂ, അധികം എരിവൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ അധികം എരിവ് വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതൽ എരിവ് ഇട്ടിട്ടില്ല. എരിവ് വേണമെന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടി ഇതിൽ ചേർക്കാം കേട്ടോ. മറ്റേ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല, കളറ് മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് വെജിറ്റബിളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കണം. ഒരു വലിയ ക്യാരറ്റ് തന്നെ എടുത്തിട്ടുണ്ട്, എന്നിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ചതുരത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് നീളത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാബേജ് ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഒരു സവോളയുടെ പകുതി കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബീൻസാണ്, ബീൻസ് 1 എടുത്തിട്ടുള്ളൂ, അത് നുറുക്കി വെച്ചിട്ടുണ്ട്. 1 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. 1 ടീസ്പൂണ് വെളുത്തുള്ളി. ഇതൊന്നും കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല, ഒരു പാകത്തിന് മാത്രം. അതാണ് ഓരോ ടീസ്പൂണായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ വെള്ളത്തിട്ട് വെച്ച അരിയൊക്കെ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം. ഞാനൊരു കടായിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ചോറ് ഊറ്റിയെടുക്കാനും നന്നായിട്ട് ഇങ്ങനെ അധികം വെന്ത് കുഴയാൻ പാടില്ല. ഫ്രൈഡ് റൈസിനൊക്കെ ആകുമ്പോൾ അരി ഒന്നിനൊന്ന് തൊടാണ്ടായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമുള്ളതൊന്നുമല്ല. ഇനിയിപ്പോൾ അളവ് പ്രകാരം വെക്കുകയാണെങ്കിൽ 3 കപ്പ് അരിക്ക് 1.5 കപ്പ് പ്രകാരമായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ 4.5 കപ്പ് വെള്ളം വേണ്ടുള്ളൂ. ഞാൻ ഈ കപ്പ് കൊണ്ട് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, അത് അരിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് തീയൊന്ന് കൂട്ടി വയ്ക്കുക. എന്നിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ നല്ല കുറവിലിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും അരി പാകത്തിനുള്ള വേവാവും. അപ്പോൾ ചെറിയ തീയിൽ തന്നെ കിടന്നിട്ട് അങ്ങനെ വേവട്ടെ. ഇത് ചെരിച്ചൊന്ന് കൂടിയാൽ മതി. എടുത്ത് വെച്ച മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ അടിച്ച് വെക്കുക. അപ്പോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ട് അരി പാകത്തിനുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വേറെ പാത്രത്തിലേക്കായിട്ട് മാറ്റി വയ്ക്കുക. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അരി തീരെ ഉടയാണ്ട് കുറച്ചൊരു വേവ് പിന്നിട്ടിട്ടാണ്, കൂടുതലായിട്ട് വെന്തിട്ടുമില്ല.
ഇനി ഇത് മാറ്റി വയ്ക്കാം. ചോറൊക്കെ ഒരു വലിയ പാത്രത്തിലേക്കായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് ചൂടാറട്ടെ. ഇപ്പോൾ ഒരു പാന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി നേരത്തെ മാറ്റി വെച്ച ചിക്കനൊക്കെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കുക. ഇനി അതൊക്കെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ ചെറിയ പീസുകളാക്കിയ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. കൂടുതൽ തീയായാൽ പെട്ടെന്ന് മേൽഭാഗം മാത്രം അങ്ങനെ വെന്ത് കിട്ടും, ഉള്ളിൽ വേവില്ല. ചിക്കൻ പീസ് കൂടുതലായിട്ട് ഇങ്ങനെ മുറുക്കത്തിൽ എടുക്കണ്ട, കുറച്ചൊരിങ്ങനെ സോഫ്റ്റ് പോലെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി വെജിറ്റബിളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഈ നന്നായിട്ട് അത്യാവശ്യ പാകത്തിന് തന്നെ തീ കൂട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഫ്രൈഡ് റൈസിന് കൂടുതൽ കഷ്ണങ്ങളൊന്നും അങ്ങനെ വേവാൻ പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അങ്ങനെയാണ്. ചോറായാലും കൂടുതൽ വേവരുത്, കഷ്ണങ്ങളായാലും അധികം വേവാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി അതിനോടൊപ്പം തന്നെ കാബേജും സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കുറച്ച് വേണ്ടി ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കണില്ല, ഇതിൽ സോയാ സോസ് ചേർക്കണ കാരണം അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുകയുള്ളൂ. ഒന്ന് ചെറുതായിട്ട് വാടിയുണ്ട്, ഈ പാകത്തിന് മതി. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ എടുത്ത് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, ആ കോഴിമുട്ട ഇതിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ നന്നായി കൂട്ടിയിട്ട് തന്നെ വെക്കണം. ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസാണ്, അത് ഒഴിച്ച് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് റെഡ് ചില്ലിയാണ്, അത് ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിലേക്ക് എടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക. ചോറ് കണ്ടാൽ നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടി പിടിക്കാണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം. ഒരു 3/4 വേവായാൽ മതി. ഇനി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ചൂട്ടോടക്കനെയാണ് ഉണ്ടാക്കി തരിക. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടും കുറച്ച് മുന്നേ ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ മതി. ചൂടാറി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചൂട്ടോടക്കനെ തന്നെ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ കഴിക്കാൻ നോക്കാം. ഇത്ര പണിയുള്ളൂ. കുറച്ച് നേരം കൊണ്ട് എല്ലാതും നുറുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പ് നല്ല പാകമാണ്, ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചിക്കനിലൊക്കെ ഉപ്പുള്ള കാരണം നമുക്ക് റൈസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നുറുക്കി വെച്ച മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മല്ലിയില ആയിട്ട് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഹോട്ടലിൽ നിന്ന് വാങ്ങണേക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്